എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിൽ ബാക്കിലൊരു പൂച്ച വന്നിട്ട് കുറച്ച് കുട്ടികളും കൂടി താമസാക്കിയിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാൽ വീട് മാറി മാറി കൊണ്ടുപോകും. ഇതുപോലെ കഴുത്തിൽ കടിച്ച് പിടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പൂച്ച എങ്ങനെ കൊണ്ടുപോകണത്? ആ പൂച്ച വീഴാൻ പോയിട്ട് പോലും ആ കുട്ടിയെ വിട്ടില്ല കേട്ടോ. അതിപ്പം മൃഗങ്ങളായാലും മനുഷ്യന്മാരായാലും അമ്മ എന്ന് പറയണത് അതൊരു വികാരം തന്നെയാണല്ലേ. നല്ല രസമുണ്ട് പൂച്ചക്കുട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പകർത്തി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ കൊണ്ടുപോകണതൊക്കെ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് വീണ്ടും താമസം മാറിക്കണത്. ഇവർക്കൊക്കെ എന്തൊരു സുഖമല്ലേ, ഒന്നും വീട് മാറുമ്പോൾ മിക്സി, TV, ഫ്രിഡ്ജ് ഇങ്ങനെ ബിന്ദു പണിക്കർ കിടന്ന് ഓടണ പോലെ ഒരു സാധനങ്ങളും വേണ്ട. അമ്മയും മക്കളും ആയാൽ തന്നെ വീട് ഷിഫ്റ്റിങ് വളരെ എളുപ്പമാണ്. 6-7 വീട് മാറുമെന്നല്ലേ പറയുക. അപ്പോൾ അതാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചിരവ കാണിച്ചപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്യണ സംഭവമൊന്നുമല്ല, അത് ഇങ്ങനെ വെറുതെ വെക്കുക വേണ്ട, നമുക്കത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് ചിരകാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബുമ്മലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഭാഗം അതിൻ്റെ താഴത്തേക്ക് നിൽക്കും, ബാക്കി ഈ ഒരു ഭാഗം ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ കുറച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റാൻഡിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു കംഫർട്ട് കിട്ടും നമുക്കിത് ചിരകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ നാക്കിന് ഒരു അടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പ്രാണികൾ അങ്ങനെയൊന്നും വന്നായിരിക്കുകയൊന്നും ചെയ്യില്ല. മാത്രമല്ല നമ്മളുടെ കയ്യെങ്ങാനും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടൊന്നും ചെയ്യുമ്പോൾ ഒരയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് നാളികേരം ചിരകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റൊക്കെ ഇടണം. അടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ചിരവനാക്ക് നീക്കിയതിന് ശേഷം നന്നായിട്ട് ചിരകിയെടുക്കാം. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ, നിന്നിട്ട് ചിരകുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ 250 രൂപയാണ് സാധാരണ പാത്രക്കടകളിലും പിന്നെ അതുപോലെ ഹാർഡ്വെയർ കടകളിലും ഒക്കെ ഇങ്ങനത്തെ കിട്ടും. ഹാർഡ്വെയർ അല്ലാന്നേ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കണ കടകളിൽ. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി, ഇന്ന് ഞങ്ങൾ വേറെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, കഞ്ഞിയും ചമ്മന്തിയാണ്, പിന്നെ ചെറുനാരങ്ങ അച്ചാറാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം സ്കൂൾ തുറക്കാറാകുമ്പോൾ അമ്മ ഉണ്ടാക്കി വെക്കണ ഒരു അച്ചാറാണ് ചെറുനാരങ്ങ അച്ചാർ. അത് മാത്രം കൂട്ടിയിട്ട് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഈ അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ ജീരയാണ്. സാമ്പാർ ജീര കുറച്ച് ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചെടുത്തു. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കറിയും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാം കേട്ടോ. ഈ സംഭവം ആൾ കാണുന്ന പോലെയല്ല, സുന്ദരിയാണല്ലേ, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൾ പുലിയാണ് കേട്ടോ. അപ്പോൾ ആളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി കറിയാണ്, കുറച്ച് കറി വെച്ചുള്ളൂ. കാരണം വൈകിട്ടത്തേക്ക് ഞങ്ങൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം മാളു 10ാം ക്ലാസ്സിലായതുകൊണ്ട് അവരുടെ മലയാളം ക്ലാസ് അത് നമ്മുടെ വത്സ സൗമിത്രേ കുമാരൻ നീ കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിലും ഈ ഭരതനും രാമനും ലക്ഷ്മണനും തന്നെയാണല്ലോ എന്ന്. അപ്പോഴേക്കും നന്ദു വന്നപ്പോൾ പിന്നെ അവർ 2 പേരും കൂടിയിട്ടായി ക്ലാസ് കാണല്ലേ. നന്ദു ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നന്ദു വന്നത് മാളുവിൻ്റെ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഇവർക്ക് സ്കൂളിൽ നിന്നൊന്നും പുസ്തകങ്ങൾ കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം അച്ചടിച്ച് സ്കൂളുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് കുട്ടികളുടെ കയ്യിൽ എത്തിയിട്ടില്ല, കുറച്ച് ദിവസങ്ങളിലുള്ള എത്തും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് അത്ര വലിയ ബുദ്ധിമുട്ടാവില്ല. നമുക്ക് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചാൽ ഒരു രൂപം കിട്ടുമല്ലോ. അപ്പോൾ മാളു 8ലും 9ലൊക്കെ ടെക്സ്റ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു വന്നപ്പോൾ ബോക്സിൽ നിന്ന് എടുത്തിട്ട് അവൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് പാർട്ടുകൾ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു പോവാണ്. അപ്പം മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ള ലുക്ക് കണ്ടല്ലേ. ശരി, ബായ്. അപ്പോൾ ഞാൻ പോയ സമയത്താണ് മാളു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 1 കപ്പ് മൈദ, അതിൽ നിന്ന് 2 ടീസ്പൂണ് മാറ്റിയതിന് ശേഷം അത്രയും അളവ് കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇത് ഒരു 2-3 പ്രാവശ്യം അവൾ അരിച്ചെടുക്കും കേട്ടോ. അത് അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലച്ചു അവിടെ കിടന്ന് ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അവളൊരു 4 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് മിക്സിയിൽ ചെയ്താലും ഇതിൽ കൂടുതൽ പെർഫെക്ഷനായിട്ട് കിട്ടുക ബീറ്ററിൽ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ മുട്ടയുടെ മണം കുത്തണ മണം ഉണ്ടാവില്ല, അതൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് കുറേശ്ശെ ഇട്ടിട്ടാണ് അവൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം
അത് ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അതിങ്ങനെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷമാണ് അളന്നെടുത്തത് കേട്ടോ 1 കപ്പ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂണും 1/4 കപ്പ് ഏകദേശം ഒരേ അളവാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അധികം ബീറ്റ് ചെയ്യണ്ട, ഇനി ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോൾഡ് വിന്നർ. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ പോലത്തെ നമ്മൾ യൂസ് ചെയ്യില്ല, അതിനൊരു മണം ഉണ്ടല്ലോ, അത് കേക്കിന് യോജിച്ചതല്ലാത്തതുകൊണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ബട്ടർ പേപ്പർ ലൈനറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സൈഡിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ അവൾ സൈഡിൽ വെറുതെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ പേപ്പറിൽ എണ്ണ തടവിയിട്ട് വെച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ കൊക്കോ പൗഡറും മൈദയും ഒക്കെ കൂടിയിട്ട്, അതിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം ഒരേ സൈഡിലേക്ക് മാത്രം അത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ മരത്തവി ഉണ്ടല്ലോ ദോശ ഉണ്ടാക്കണത്, അതായാലും മതി കേട്ടോ. അപ്പോൾ അതേ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാത്ത രീതിയിൽ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ എല്ലാവരും പറയണേക്കാം ഒരേ സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കട്ട കെട്ടാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഒരുവിധം അതിൻ്റെ മാവ് എൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഇളം ചൂട് പാല് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ബാറ്ററിൻ്റെ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു തിക്നെസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു വട്ടയിലാണ് ഞങ്ങൾ ബേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ബേക്ക് ചെയ്യാറാവണ സമയത്തിന് കുറച്ച് മുന്നേ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഈ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ അതവിടെ വെച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ ലൈനറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക്, ഇതിപ്പോൾ നമ്മൾ സാധാരണ ചോറും പാത്രത്തിലോ കിണ്ണത്തിലോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൽ ഒന്ന് നമ്മൾ തട്ടി കൊടുക്കുക. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ഇടികല്ല് കൂടി കയറ്റി വയ്ക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് തീ ലോ ഫ്ലെയിമിൽ ഇടുക. ഒരു 40 മിനിറ്റ് വേണം അത് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു 1/4 കപ്പോളം പഞ്ചസാര നമ്മൾ പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചെറിയും കൂടി ഇട്ട് വേവിച്ചിട്ട്, അപ്പോൾ കുറച്ച് മുമ്പ് അവൾ തുറന്ന് നോക്കി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വീറി വന്നതായിരുന്നു. കുറച്ച് മുമ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് താന്നു പോയി. ശരിക്കും ഒരു 40 മിനിറ്റോളം വെക്കണം കേട്ടോ. അപ്പോൾ ആ പാത്രം ശ്രദ്ധിച്ചല്ലോ, ഒരു പാട് പോലും അതിലായിട്ടില്ല. നമ്മൾ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നില്ല. അപ്പോൾ അതാ കുറച്ച് ഭാഗം ടോപ്പിൽ ഒന്ന് കുണ്ടച്ചു പോയി. ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കണ്ടോ, ഇതേപോലെ ഇതിൻ്റെ കമഴ്ത്തി എടുത്തിയ ഭാഗമാണ് കേട്ടത്. നല്ല ഭംഗിയിൽ തന്നെ സ്പോഞ്ചി ആയിട്ട് വന്ന്. അപ്പോൾ ഇത് വിപ്പിംഗ് പൗഡറാണ്, ഒരു 100 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് മുഴുവനും നമുക്ക് ഈ ഒരു കേക്ക് ക്രീം ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആ ബോക്സിൽ തന്നെ അളവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച ഐസ് വാട്ടർ ഒഴിച്ചിട്ടാണ് 10 ടേബിൾ സ്പൂൺ, അതിൻ്റെ അളവ് അവർ ആ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് 10 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ട് വരണ വരെ, അതായത് ഈ പാത്രം കമഴ്ത്തി പിടിച്ചാലും അത് വീഴാത്ത രീതിയിലാവണം, സ്റ്റിഫായിട്ട് വരും. അപ്പോഴാണ് നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ അതുവരെ നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് 3 ആക്കിയിട്ട് മുറിച്ച ഈ പീസിലേക്ക് ഓരോന്നിലും നമുക്കത് കുതിർത്തി കൊടുക്കാം. ചെറിയിട്ട് തണുപ്പിച്ച പഞ്ചസാര ലായനി ഇട്ടിട്ട്. അപ്പോൾ ഇത് മുറിച്ചപ്പോൾ കുറച്ച് അംഗവൈകല്യമൊക്കെ സംഭവിച്ചു കേട്ടോ. അതിനൊക്കെ കുറേ പ്രാക്ടീസ് കൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഭംഗിയിൽ മുറിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ചെറിയുടെ പീസുകളും നമ്മളിട്ട് തിളപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത ചെറിയുടെ പീസുകളും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ അവൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ലെയർ വെച്ചു. അതും ഇതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര സിറപ്പ് വെച്ചിട്ട് കുതിർത്തി കൊടുക്കുക.
അപ്പോൾ അത് അത്യാവശ്യം നമ്മളിങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നമ്മളുടെ ക്രീം ആക്കണ പൈപ്പിംഗ് ബാഗിൽ ഇട്ടതിന് ശേഷം നമുക്ക് വേഗം ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ക്രീം അപ്ലൈ ചെയ്യണ അതിന് നൈഫ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ അത്ര പ്രൊഫഷണൽ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സാധാരണ കത്തി മുള്ളും അതിൻ്റെ കത്തി എടുത്തിട്ടാണ് ചെയ്യണത്. മൂന്നാമത്തെ ടോപ്പ് മുണ്ടും വെച്ചു. അതിൻ്റെ ഇടയിൽ ചെറിയിടാൻ അവൾ വിട്ടുപോയിട്ടാണ്. അതിൻ്റെ ഇടയിലും ബാക്കിയുള്ള ചെറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും പഞ്ചസാര കുതിർത്തിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഇത് ചേർക്കണം. അപ്പം ഞങ്ങൾ ഈ ക്രീമിൽ ഓൾറെഡി ഇത്തിരി മധുരം ഉള്ളതുകൊണ്ട് വേറെ ഐസിങ് ഷുഗർ ചേർത്തിട്ടില്ല. കാരണം അപ്പോൾ ഭയങ്കരമായിട്ട് മധുരമായി പോകും. ഞങ്ങൾക്ക് അത്രയ്ക്ക് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ടേൺ ടേബിളും ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉടായ്പ് സെറ്റപ്പിലാണ് നമ്മൾ ടേൺ ടേബിൾ ആയിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് അതിലിങ്ങനെ ക്രീം കൊണ്ട് കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു റഫ് കോട്ടിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. അപ്പം ആളും അതിന് മുകളിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അപ്പം നോസിലുകൾ പല ഷേപ്പ് ഉണ്ടായിരിക്കും. അത് നമ്മൾക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് നല്ല റോസൊക്കെ വരയ്ക്കാം. അപ്പോൾ അതൊക്കെ അവളിങ്ങനെ അത്ര പെർഫെക്റ്റായിട്ട് പഠിച്ചു വരണുള്ളൂ. ഇതൊക്കെ ഇത്തിരി ഭംഗി കുറവൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിൽ എല്ലാ വശത്തേക്കും നമ്മളിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കും. അത് നമ്മൾ പീൽ ചെയ്യണം. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നല്ല ഭംഗിയിൽ കേളായിട്ടുള്ള പീലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇനി മുകളിൽ വെച്ചിട്ടുള്ള ഓരോ റോസിൻ്റെയും നടുവിലായിട്ട് അവൾ ഓരോ ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം നമ്മുടെ അലങ്കോലപ്പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ മുകളിൽ ഒന്ന് തൂവി കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല തണുത്ത് നല്ല പാകമായിട്ടുണ്ടാവും. അപ്പോൾ അവരൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഒരു പീസൊന്ന് കട്ട് ചെയ്ത് നോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പീസാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ എൻ്റെ പങ്ക് ഒട്ടുമില്ല കേട്ടോ. ഇത് ഫുള്ള് മാള് ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. അവളിങ്ങനെ വീഡിയോസ് കണ്ട് അവൾ നല്ല പ്രാക്ടീസായി. അപ്പോൾ അത് ഇതിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ക്രീമിൻ്റെ ഒന്നും ഇത് കാണാനില്ല. അത് ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായാലാണ് അതിൻ്റെ ആ ഒരു ഇടയിലുള്ള ക്രീമൊക്കെ ശരിക്കും കാണാൻ കഴിയാതെ. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കണത്. ഞങ്ങൾ ഇത്തിരി കൂടി വെളിച്ചത്തിൽ കൊടുന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കണം എന്ന് ഏറ്റവും നിർബന്ധം നമ്മുടെ സ്വപ്നേച്ചിക്കായിരുന്നു. അപ്പോൾ സ്വപ്നേച്ചിക്കും ബാക്കി എല്ലാവർക്കും ഇപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെസിപ്പി ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ടായിരിക്കും. പക്ഷേ നമ്മളെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണാൻ ഇഷ്ടം കൊണ്ടാണെന്ന് പലരും പറഞ്ഞു. ഓക്കെ, നമുക്കും സന്തോഷമുള്ളൂ. അപ്പം മാളുവിനെ ഇങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം നമ്മൾ അതിൻ്റെ പണികളും സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി വന്നപ്പോൾ ഒരുവിധം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കേക്കും ഒക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് പിന്നെ ചായയും പരിപാടി, ചായ ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ചായയൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ ഓരോ പീസ് കേക്കൊക്കെ കഴിച്ച്. അപ്പോൾ അതാ നല്ല മഴക്കാരിൻ്റെ ഒരു ഇരുട്ടും മഴക്കാരും ഒക്കെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂക്കൾ അപ്പിളിപ്പോഴൊക്കെ ഓരോന്ന് വിരിയുന്നുണ്ട്. ആ നിറച്ചുണ്ടാവണ ആ ഒരു പരുവം കഴിഞ്ഞു. അപ്പോൾ കുറേ പേർക്ക് വീട്ടിൽ മുല്ലയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ ഈ ബേക്ക് ചെയ്യാൻ വെച്ച ടൈമിലാണ് കേട്ടോ ഈ മീൻ നന്നാക്കിയത്. ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച മീനാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മീൻ കണ്ടു കഴിഞ്ഞാൽ ഏതാ മീനെന്നൊന്നും അറിയില്ല. ഏത് മീൻ കിട്ടിയാലും നമുക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പം ഞാൻ ആ മീനിനെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ അവൾ കേക്ക് ബേക്ക് ചെയ്യാനിട്ട സമയത്താണ്, ആ സമയത്ത് ഫോൺ ഫ്രീ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യാൻ എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ആ ബേക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ആ ഒരു ഫ്ലോ പോയെങ്കിലോ എന്ന് വെച്ചിട്ട് റെസിപ്പി ആയിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കി മെഷർമെൻറ്റും അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു റെസിപ്പി ആയിട്ട് ഇടാം കേട്ടോ, ഈ കേക്കിൻ്റെ കേസ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കൂ, ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കി കാണിക്കുമെന്ന്. അപ്പം അങ്ങനെ
ലിജിതയൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ലിജിത, പ്രസീത എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം പിന്നെ സന്ധ്യ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ് കേട്ടോ. നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മളല്ല കേട്ടോ, മാളുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഭരതേട്ടൻ ഇത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കപ്പ കൊള്ളി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ കറിയും കപ്പയും കൂടിയിട്ടാണ് വൈകുന്നേരം. ഇപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുപോലെ കറിയായാലും ജസ്റ്റ് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പയും മീനും കൂടിയിട്ട് ആവാൻ വൈകിട്ടെന്ന്. അപ്പോൾ ലച്ചുവിന് ചിലപ്പോൾ ഇത് കഴിക്കില്ല, അവൻ ചിലപ്പോൾ ചോറ് കൊണ്ടുള്ളൂ. അപ്പോൾ അവനുള്ള ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻകറിയുടെ പരിപാടിയൊക്കെ. ഇപ്പം ഇന്ന് മീൻകറി ഞാൻ നാളികേരം പാലെടുത്തിട്ടാണ് കേട്ടോ വയ്ക്കണേ. ഞാൻ ചിലപ്പോൾ നാളികേരം ഒഴിച്ച് വയ്ക്കാറുണ്ട്, പാലെടുത്തിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് 3 മിനിറ്റൊക്കെ വണ്ടിയുമ്പോൾ പോകാനുള്ള നേരമുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിപ്പോൾ ചേച്ചി മാങ്ങയൊക്കെ തന്നു വിട്ടു. അപ്പോൾ ആ മാങ്ങയാണ് മീൻകറി. മാങ്ങ ഇട്ടിട്ട് വയ്ക്കാനൊരു പ്രത്യേക ടേസ്റ്റല്ലേ. ഭരതേട്ടന് പിന്നെ മീൻകറി ഇട്ട് മാങ്ങ കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കറിയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 മാവുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുറ്റത്ത്. അത് ഇത്തൽക്കണ്ണി വന്ന് നശിച്ചു പോയി. വേറൊരു മാവ് ഭയങ്കര പുഴു വന്നിട്ടും അത് രണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഈ പരിസ്ഥിതി ദിനമൊക്കെയല്ലേ വരാൻ പോണ, ഒരു മാവൊക്കെ നടണം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും മീൻകറി വയ്ക്കാനൊക്കെ അറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ അടിച്ചു വാരി തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ജോലികളൊക്കെ നമ്മൾ ചെയ്തു വിട്ടാൽ. ഞാൻ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫ് പിടിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു ജോലി ചെയ്യാനാണെങ്കിൽ അരമണിക്കൂർ വേണമെങ്കിൽ, അത് പിടിക്കണമെങ്കിൽ 1 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ക്ലിപ്സൊക്കെ ആയിട്ടാണ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഇത് ഇപ്പോൾ നമ്മുടെ മുല്ലമ ഇങ്ങനെ പോകുന്നില്ല, ഇത് പണ്ടുണ്ടായിരുന്ന പൂവാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിവിടെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബിനി. ബായ്.